എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അറിയിപ്പിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉള്ളവരിൽ നിന്നും 436 രൂപ ഈ വരുന്ന 25 മുതൽ ജൂൺ 1 കട്ടാകുന്നതാണ്. പല ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും അത്തരമൊരു തുക കട്ടാകും. അങ്ങനെ ഒരു അറിയിപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കണം, ഇല്ല എങ്കിൽ സൂക്ഷിക്കണം, ഉണ്ടെങ്കിൽ അത് കട്ടാകും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു SMS പല ആളുകൾക്കും വന്നിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ പോലും പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു തുക കട്ടാകുന്നതാണ്. പറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പദ്ധതിയെക്കുറിച്ചാണ്. എല്ലാ ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എടുക്കാവുന്ന ഒരു പദ്ധതിയാണ്. ഒരു വർഷത്തേക്ക് 436 രൂപയാണ് GST അടക്കം ചെലവ് വരുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് എല്ലാ വർഷവും സ്വമേധയാ അക്കൗണ്ടിൽ നിന്നും പണം കട്ടാകുന്ന ഒരു രീതിയാണ് ഇത് തുടരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് പോയിട്ട് പണം അതിനായിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ ആളുകൾക്കും അക്കൗണ്ട് മുഖാന്തരം ഇതിൽ ചേരാൻ കഴിയുന്നതാണ്. നിലവിൽ ഇതിന് 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ആണുള്ളത്. അപകടത്തിൽ മരണപ്പെടുകയാണ് എങ്കിലോ പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യത്തിനോ ആണ് ഇതിന് സഹായം ലഭിക്കുക. 2 ലക്ഷം രൂപയുടെ സഹായമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുള്ള നിരവധി പേർ ഇതിൽ അംഗങ്ങളാണ്. ഇല്ലാത്ത ആളുകൾ ഇതിൽ അംഗങ്ങളാവാൻ വേണ്ടി നിങ്ങളുടെ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ ഇത് ഇപ്പോൾ പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിന്റെ വാർഷിക പ്രീമിയം പിരിക്കേണ്ട സമയമായിട്ടുണ്ട്. അത് അക്കൗണ്ടിൽ നിന്നും കട്ടാവാൻ പോവുകയാണ്. മെയ് 25 മുതൽ ജൂൺ 1 ഈ 5-6 ദിവസത്തിനുള്ളിൽ തുക കട്ടാകുന്നതാണ്. പല ആളുകളും അക്കൗണ്ടിൽ നിന്നും ഈ ഒരു 500 രൂപയോളം നഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് കട്ടായത് എന്ന് പല ആളുകളും ചിന്തിക്കും. അപ്പോൾ എല്ലാ ആളുകളും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവൻ ജ്യോതി ബീമ യോജനയുടെ പ്രീമിയം കട്ടാകുന്നത് മെയ് 25 മുതൽ ജൂൺ 1 മുമ്പാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കട്ടാവുന്നതാണ്. ഇല്ല എങ്കിൽ അതിൽ ചേരാൻ കഴിയും. ചേർന്നാൽ ഇത്തരത്തിലുള്ള ഒരു സഹായം, അതായത് നമ്മുടെ പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയാണ് എങ്കിൽ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കും. പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യത്തിനും 2 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കും. ഇതാണ് ഈ ഒരു 436 രൂപക്ക് ലഭിക്കുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പദ്ധതിയിലൂടെ ലഭിക്കുന്ന. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കുക. ചില ബാങ്കിംഗ് അറിയിപ്പുകളാണ്. രാജ്യത്തെ മുൻനിര പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI അടുത്ത ആഴ്ച തുടർച്ചയായിട്ട് 5 ദിവസം മുടങ്ങും. SBI എംപ്ലോയീസ് ഫെഡറേഷൻ FEBI ആഹ്വാനം ചെയ്തിട്ടുള്ള ദേശീയ പണിമുടക്ക് കാരണമാണിത്. 25-26 തീയതികളിലാണ് പണിമുടക്ക്. സ്ഥിരം ജോലിക്ക് പുറം കരാർ നൽകുന്നത് അവസാനിപ്പിക്കുക, ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലും ക്ലിനിക്കൽ വിഭാഗങ്ങളിലും സ്ഥിര നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടന പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മെയ് 24 ഞായറാഴ്ചയാണ്. പിന്നെ തിങ്കളും ചൊവ്വയാണ് പണിമുടക്ക് വരുന്നത്. പിന്നെ ബക്രീദ് അവധിയും ഉണ്ട്. ഇങ്ങനെയാണ് 5 ദിവസത്തെ അവധി വരുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബാങ്കിംഗ് അറിയിപ്പാണ് പറയുന്നത്. വായ്പ എടുത്തു വാങ്ങിയ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഭാഗികമായി ലോക്ക് ചെയ്യാൻ റിസർവ് ബാങ്ക് അനുമതി നൽകും. ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കരട് ചട്ടം പൊതുജനാഭിപ്രായത്തിനായി പ്രസിദ്ധീകരിച്ചു. നിലവിൽ പല വായ്പാ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ലോക്ക് ചെയ്യാറുണ്ടെങ്കിലും കൃത്യമായി ചട്ടം ഉണ്ടായിരുന്നില്ല. വായ്പ തിരിച്ചു പിടിക്കുന്നതിനായി ഫോണുകൾ ലോക്ക് ചെയ്യാൻ അനുവദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അവകാശങ്ങളെയും സ്വകാര്യതയെയും ബാധിക്കുമെന്ന ആശങ്കകൾ നേരത്തെ ഉയർന്നിരുന്നു. അതേസമയം ഫോണിന്റെ വായ്പയല്ലാത്ത പൊതുവായ്പകൾ കുടിശ്ശികയായാൽ ഇത്തരത്തിൽ ഫോണിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി ഉണ്ടായിരിക്കുന്നതല്ല. ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളിലൂടെയാണ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. വായ്പ കുടിശ്ശികയായി 90 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നിയന്ത്രണം ഏർപ്പെടുത്താനാകൂ. മൊബൈൽ ഫോൺ വായ്പകൾ കുടിശ്ശികയായി 60 ദിവസം കഴിഞ്ഞാൽ ധനകാര്യ സ്ഥാപനം നോട്ടീസ് നൽകണം. തുടർന്ന് 21 ദിവസം തിരിച്ചടവിന് അനുവദിക്കണം. എന്നിട്ടും പണം അടച്ചില്ലെങ്കിൽ ഒരാഴ്ച കൂടി സമയം അനുവദിച്ച് രണ്ടാമത്തെ നോട്ടീസ് നൽകണം. ഫോൺ ലോക്ക് ചെയ്യാൻ വായ്പാ കരാറിൽ ഉപഭോക്താവിന്റെ സമ്മതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇന്റർനെറ്റ് കമ്മിങ് കോളുകൾ, NSOS സേവനങ്ങൾ, സർക്കാരിന്റെ ജാഗ്രതാ സന്ദേശങ്ങൾ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ഫോണിൽ നിയന്ത്രിക്കാൻ പാടില്ല. കുടിശ്ശികയായ പണം തിരിച്ചടച്ചാൽ
1 മണിക്കൂറിനുള്ളിൽ തന്നെ നിയന്ത്രണങ്ങൾ നീക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ മണിക്കൂറുകൾക്കും 250 രൂപ വീതം ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണം. ലോക്ക് ചെയ്ത ഫോണുകളിലെ വ്യക്തിഗത വിവരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. വായ്പ തിരിച്ചടച്ചാൽ ഉടൻ തന്നെ ലോക്ക് ചെയ്തിട്ടുള്ള ആപ്പുകൾ നീക്കം ചെയ്യണം. ലോൺ മുൻകൂറായി അടച്ചു തീർക്കുന്നതിനും വ്യക്തികൾക്ക് അവകാശം ഉണ്ടായിരിക്കും. ഫോൺ ലോക്കിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനും സംവിധാനം വേണം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരെ ബൈ.